ഇന്നലെ ഞാൻ പറഞ്ഞ സ്വകാര്യം ക്രിസ്തു ആഗ്രഹിക്കുന്ന ലോകത്തെക്കുറിച്ചായിരുന്നു. മതങ്ങളില്ലാത്ത, വർഗങ്ങളില്ലാത്ത, മനുഷ്യർ മാത്രമുള്ള ഒരൊറ്റ രാജ്യത്തെക്കുറിച്ച്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വോയിസ് മെസ്സേജ് കിട്ടു. അവരുടെ ഫ്രണ്ട് ഒരു BJP-കാരനാണ്. അപ്പോൾ അയാൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന പ്രാർത്ഥന അത് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയാണ്. കാരണം അതിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ രാജ്യം വരണമെന്നാണ്. അപ്പോൾ നിങ്ങളെന്താ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ഇവിടെ ഒരു ക്രിസ്ത്യൻ കൺട്രി വേണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പ്രാർത്ഥനയെ പേടിയാണ്, ആ പ്രാർത്ഥനയെ ഞങ്ങൾക്ക് വെറുപ്പാണ്. ശരിക്കും ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവരെല്ലാം ആത്മാർത്ഥമായിട്ട് എന്നും ഈ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഈശോയുടെ ആൾക്കാർ പോലും ഈശോയെ മനസ്സിലാക്കിയില്ല, ഈശോയുടെ രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് ഹെരോദോസ് രാജാവ് അവനെ കൊല്ലാൻ അന്വേഷിച്ചത്. പകരം കുറച്ച് കുട്ടികളെ കൊന്നുകളയുകയും ചെയ്തു. വിചാരണയ്ക്ക് വേണ്ടി പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് ഈശോയോട് ചോദിക്കുന്നുണ്ട്, നീ രാജാവാണോ? അപ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി എൻ്റെ സേവകർ ഫൈറ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ എൻ്റെ രാജ്യം ഇതല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല എൻ്റെ രാജ്യം. ക്ലിയറായിട്ട് ഈശോ അത് പറഞ്ഞതാണ്. ഈശോ കൊല്ലപ്പെട്ടു. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നുണ്ട്, ദൈവരാജ്യം എന്ന് പറയുന്നത് കഷ്ടപ്പെടും, ദൈവരാജ്യം റിജക്റ്റ് ചെയ്യപ്പെടും. നമ്മളിപ്പോൾ ക്രിസ്ത്യാനി എന്ന പേരിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ആൾക്കാരെ നമ്മൾ അവഹേളിക്കുന്നുണ്ടെങ്കിൽ, ആൾക്കാരെ നമ്മൾ കൊല്ലുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, വി ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക്. കൃത്യമായി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുരിശുയുദ്ധങ്ങൾ നമ്മളെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ജയിച്ചത് കുരിശുമരണത്തിൽ മാത്രമാണ്.